പ്രിയമുള്ളവരെ, ദ വേ ഹോം എന്ന പേരിൽ 2002 ഒരു കൊറിയൻ ചലച്ചിത്രം പുറത്തിറങ്ങിയിരുന്നു. 7 വയസ്സുകാരനായ സാങ്വു എന്ന പേരുള്ള ഒരു ബാലനും അവൻ്റെ സംസാരശേഷിയില്ലാത്ത അമ്മൂമ്മയും ആണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അവർ തമ്മിലുള്ള അവരുടെ ജീവിതം, ഒരുമിച്ചുള്ള ജീവിതമാണത്. നഗരത്തിൻ്റെ എല്ലാ തിരക്കുകളിലും വളർന്നു വന്ന സാങ്വു അവധിക്കാലത്ത് അമ്മൂമ്മയുടെ കൂടെ ഗ്രാമത്തിലായിരിക്കുകയാണ്. എന്നാൽ സാങ്വുവിന് ചില പ്രത്യേകതകളുണ്ട്. അവൻ്റെ സ്വഭാവം പലപ്പോഴും വളരെ കാർക്കശ്യമുള്ളതാണ്. ഒരുപാട് കുസൃതികളുള്ള, വികൃതികളുള്ളൊരു പയ്യൻ. അവൻ അമ്മൂമ്മയായിട്ട് ഒരിക്കലും ഒരുമിച്ച് പോകാനായിട്ട് അവന് പറ്റുന്നില്ല. അമ്മൂമ്മയുടെ ആ പരിസരങ്ങൾ, ആ വീട്, അമ്മൂമ്മയുണ്ടാക്കുന്ന ഭക്ഷണം, അതുപോലെയുള്ള എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാനാകാതെ അവൻ അവിടെ മുഴുവൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അമ്മൂമ്മയാകട്ടെ വളരെ ശാന്തയായി, വളരെ സ്നേഹത്തോടെ, ക്ഷമയോടെ അവനെ പരിപാലിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ആ സിനിമയിലുടനീളം ഇവൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളും അമ്മൂമ്മയുടെ എപ്പോഴുള്ള ക്ഷമയും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. അമ്മൂമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അമ്മൂമ്മ എപ്പോഴും മൗനത്തിലാണ്. പക്ഷേ ഇവൻ്റെ എല്ലാ പെരുമാറ്റ രീതികളെയും മൗനത്തോടെ സഹിക്കുന്ന, ക്ഷമയോടെ കാണുന്ന ഒരു അമ്മൂമ്മയാണ് നമുക്ക് ആ ചിത്രത്തിൽ കാണാനായി കഴിയുക. അതിൻ്റെ അവസാനത്തിൽ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സീനുണ്ട്. അതായത് ഇവൻ ഈ അമ്മൂമ്മയുടെ ആ സ്വഭാവത്തെ മനസ്സിലാക്കി അവൻ തന്നെ ഒരു മാറ്റത്തിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ നമുക്ക് പറയുകയാണെങ്കിൽ അമ്മൂമ്മയുടെ ഈ മൗനവും അമ്മൂമ്മയുടെ സ്നേഹവും ക്ഷമയും ഒക്കെ അവൻ്റെ മുറിവുകളെയൊക്കെ ഉണക്കുകയാണ്. അതൊക്കെ അവന് ഒരു ഔഷധമായിട്ട് മാറുകയാണ്. അങ്ങനെ അവസാനം ആ അവധിക്കാലം കഴിഞ്ഞ് അവൻ നഗരത്തിലേക്ക്, അവൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അവൻ വിതുമ്പുന്നുണ്ട്. അവൻ എഴുതി വയ്ക്കുകയാണ്, ഐ മിസ് യു, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് ചെറിയ കാർഡുകളിൽ എഴുതി വെച്ചിട്ട് അമ്മൂമ്മയ്ക്ക് കൊടുക്കുകയാണ്. അവൻ്റെ ആ ജീവിതത്തെ, അവൻ്റെ പെരുമാറ്റ ശൈലികളെയൊക്കെ സൗഖ്യപ്പെടുത്താനായിട്ട് അമ്മൂമ്മയുടെ ആ സ്നേഹത്തിനും ക്ഷമയ്ക്കും ആ മൗനത്തോടു കൂടിയിട്ടുള്ള കരുണയ്ക്കും ഒക്കെ സാധിച്ചു. ഒരുപക്ഷെ ഈ ഒരു കഥ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം കൃത്യമായിട്ട് ഓടിയെത്തുന്നുണ്ടായിരിക്കും. അത് മറ്റൊന്നുമല്ല, ബൈബിളിൽ കാണുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി തന്നെയാണ്. നമുക്കറിയാം, ബൈബിൾ വരച്ചു കാട്ടുന്ന ദൈവസ്നേഹം എന്ന് പറയുന്നത് എത്രയൊക്കെ മനുഷ്യൻ തെറ്റ് ചെയ്താലും അവനെ സ്നേഹിക്കുന്ന, അവൻ്റെ കൂടെ അവനെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് കാണിച്ചു തരിക. അതുമാത്രമല്ല, ഈ ഒരു ചിത്രം നൽകുന്ന സന്ദേശം സ്നേഹത്തിൽ കുറെ കൂടെ ആദരവും ബഹുമാനവും ഉണ്ടാകണമെന്ന് കൂടെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലവ് വിത്ത് റെവറൻസ്, അത് ഇന്നത്തെ കാലത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് കരുതുന്നു. സ്നേഹം പലതരത്തിലുണ്ടല്ലോ. ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യത്തിൽ സ്നേഹമുണ്ട്. കുഞ്ഞിന് അമ്മയോട് തോന്നുന്ന ആ വലിയ ഒരു മാതൃസ്നേഹത്തിലും നമുക്ക് സ്നേഹത്തിൻ്റെ ആഴം കാണാനായിട്ട് കഴിയും. പ്രണയിക്കുന്ന 2 വ്യക്തികൾക്കിടയിൽ ശക്തമായിട്ടുള്ള സ്നേഹബന്ധമുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും സ്നേഹമുണ്ട്. 2 സൗഹൃദങ്ങൾക്കിടയിൽ വലിയ ശക്തമായ സ്നേഹമുണ്ട്. അതുപോലെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട്. അങ്ങനെ സ്നേഹത്തിന് വിവിധ ഭാവങ്ങൾ നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സ്നേഹത്തിൽ നിന്ന് റെവറൻസ് നഷ്ടപ്പെട്ടാൽ, അതിന് ഒരുപക്ഷെ നമുക്ക് റെവറൻസ് എന്ന് പറയുന്നത് ആദരവ് അല്ലെങ്കിൽ ബഹുമാനം എന്നൊക്കെ പറയാം, റെസ്പെക്റ്റ് അല്ലെന്ന് തോന്നുന്നു അത്. കാരണം റെസ്പെക്റ്റ് എപ്പോഴും നമ്മൾ മുതിർന്നവർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ റെവറൻസ് എന്ന് പറയുന്നത് കുറെ കൂടെ ഒരു ആ മറ്റുള്ള വ്യക്തിയിൽ കാണുന്ന അയാളെ കുറെ കൂടെ അത്ഭുതത്തോടെ കാണാനായിട്ട് കഴിയുക എന്നുള്ളതാണ് റെവറൻസ്. ഈ റെവറൻസ് നഷ്ടമായാൽ സ്നേഹത്തിന് സാധ്യതകളില്ല. സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. ഏത് സ്നേഹബന്ധങ്ങളിലാണെങ്കിലും, ഏത് തരത്തിലുള്ള സ്നേഹബന്ധത്തിലാണെങ്കിലും ഇത്തരത്തിൽ മറ്റുള്ളവരെ ആദരവോടെ കാണുക, അവരുടെ ഉള്ളിലുള്ള മൂല്യം എന്താണെന്ന് തിരിച്ചറിയുക, അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അത് നഷ്ടമായാൽ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും സ്നേഹം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ പ്രകടിപ്പിക്കാനോ അത് സ്വീകരിക്കാനോ കഴിയാതെ പോകും. ഇതാണ് പലപ്പോഴും സംഭവിക്കുക. അതുകൊണ്ട് മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്നിടത്തെല്ലാം സ്നേഹം ശക്തമായി തീരും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവസ്നേഹം തന്നെയാണല്ലോ. ദൈവസ്നേഹം എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവഭയം എന്ന് പറയുന്നത്. ദൈവഭയം എന്ന് പറയുന്നത് ഒരു ഫിയർ ഓഫ് ഗോഡ് ഒന്നുമല്ല. ദൈവത്തെ നമ്മൾ ഭയപ്പെട്ട് ഇരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അത്.
മറിച്ച് ദൈവത്തോട് റെവറൻസോട് കൂടിയിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ദൈവത്തോട് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ തിരിച്ച് ഉള്ളിലൊരു റെവറൻസോട് കൂടി കാണാനായിട്ട് കഴിയുക, ഒരു അത്ഭുതത്തോടെ കാണാൻ കഴിയുക. അങ്ങനെ അത്ഭുതത്തോടെ മറ്റുള്ളവരെയും കാണാനായിട്ട്, അവരുടെ സാന്നിധ്യങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളും ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളായിട്ട് മാറുകയാണ്. എല്ലാ സ്നേഹത്തിൻ്റെയും അടിസ്ഥാനം ഇത്തരത്തിൽ ദൈവത്തോടുള്ള ആഴമായ സ്നേഹമാണല്ലോ. എല്ലാ റെവറൻസുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഈ ഒരു ആദരവ് തന്നെയാണ്. അപ്പോൾ ദൈവഭയം എന്ന് പറയുമ്പോൾ വീണ്ടും ഭയം ഒരു പേടിയൊന്നുമല്ല, ആ ഒരു ബഹുമാനം, ആദരം നഷ്ടമായാൽ തീർച്ചയായും നമ്മുടെ സ്നേഹബന്ധങ്ങളെയും അത് ബാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഓർക്കാം, കുറേ കൂടെ ആഴമുള്ളതാകട്ടെ നമ്മുടെ സ്നേഹബന്ധങ്ങൾ. മറ്റുള്ളവരെ തിരിച്ചറിയുവാൻ, അവരെ മനസ്സിലാക്കുവാൻ, അവരെ ആദരവോടെ കാണുവാൻ, അത് ഏതു തരത്തിലുള്ള സ്നേഹമാണെങ്കിലും നമുക്ക് മറ്റുള്ള ആരോടും, കുടുംബത്തിനുള്ളിലാകാം, സൗഹൃദ കൂട്ടായ്മകളിലാവാം, മറ്റാരെങ്കിലുമൊക്കെ ആവട്ടെ, ആ സ്നേഹത്തിലെല്ലാം ഒരു ആദരവ് സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. അങ്ങനെ കുറേ കൂടെ ആഴമുള്ള സ്നേഹത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളും എല്ലാവർക്കും നേരുന്നു.